എല്ലാവർക്കും അദ്വൈതം പി എസ് സിയിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ് വന്നത്. അപ്പോൾ നമ്മുടെ എക്സാം വളരെ അടുത്തെത്തി കഴിഞ്ഞു. നമുക്ക് എക്സാം നാളെയാണ്, 19-ാം തീയതിയാണ് വുമൺ സി പി യുടെ എക്സാം, 26-ാം തീയതി മെൻ സി പി യുടെ എക്സാമാണ്. ഇന്നലെ ഒരു എക്സാം കഴിഞ്ഞായിരുന്നു. ഏതാണ്? ഡ്രൈവറിൻ്റെ സി പി യു എക്സാം. ഈ ഡ്രൈവറിൻ്റെ സി പി യു എക്സാമിന് എന്താണ് വന്നതെന്ന് നമുക്ക് ഇന്നലെ മനസ്സിലായി. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊരു കാര്യം നമുക്ക് മനസ്സിലായി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെക്ഷനുകൾ വന്നിട്ടില്ല, അല്ലേ? സെക്ഷനുകൾ വന്നിട്ടില്ല. സെക്ഷനുകൾ വന്നെങ്കിലും ആ സെക്ഷൻ്റെ കൂടെ അതെന്താണ് അതിൻ്റെ ഉള്ളടക്കം എന്നുകൂടെ എടുത്ത് തന്നിട്ടുണ്ട്. കാര്യം മാത്രം നമ്മൾ എഴുതിയാൽ മതി. അപ്പോൾ ഒരു 17ഓളം മാർക്ക് നമുക്കതിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു. ഇതേ പാറ്റേൺ തന്നെയാണ് പി എസ് സി പിന്തുടരാൻ പോകുന്നത് എന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. കാരണം എല്ലാത്തിലും പഠിച്ച ആൾക്ക്, കൃത്യമായിട്ട് സെൻറ്റൻസ് വായിച്ച് പഠിച്ച ആൾക്ക് ഇത് എഴുതാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും സി പി ഒ ജോലി അത്രയ്ക്ക് അത്യാവശ്യമാണ്. അത്യാവശ്യം ബേസ് ഉള്ളൊരു, അല്ലേ? നമുക്കറിയാം 31,100 രൂപ ബേസിക് ആയിട്ടുള്ളൊരു ശമ്പളമുള്ളൊരു ജോലിയാണ്. യൂണിഫോം പോസ്റ്റുകളിൽ തന്നെ, അതുപോലെ തന്നെ +2 ക്വാളിഫിക്കേഷനിൽ ഏറ്റവും ഉയർന്ന സാലറി പാക്കേജ് ഉള്ളൊരു ജോലി കൂടിയാണ്. അപ്പോൾ അത് ഇനിയിപ്പോൾ ശമ്പള പരിഷ്കരണം വരികയാണെങ്കിൽ ഇതിൽ ഇനിയും മാറ്റം ഉണ്ടാകും. അപ്പോൾ തീർച്ചയായും വിട്ടു കൊടുക്കരുത്. ഈ എക്സാം നമുക്ക് കിട്ടണം. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചുകൊണ്ട് പോകേണ്ടത് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതിലാദ്യം ഞാൻ പറയുന്നത്, അപ്പം ഞാൻ പറയുന്ന ശ്രദ്ധയോടെ കേൾക്കുക. അത് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. BNS-ൽ ഭാരതീയ ന്യായ സംഹിത, അതിനകത്ത് കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്, അല്ലേ? കുറേ ചാപ്റ്റേഴ്സ്. ചാപ്റ്റർ 1 ഉണ്ട്, ചാപ്റ്റർ 2 നമുക്ക് പഠിക്കാനുണ്ട്, 3 ഉണ്ട്, ചാപ്റ്റർ 5 ഉണ്ട്, 6 ഉണ്ട്, പിന്നെ ചാപ്റ്റർ 11, 12, 17. അതിൽ ചാപ്റ്റർ 1-ൽ ചുരുക്കപ്പേരും വ്യാപ്തിയും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിലാദ്യം അറിയേണ്ടത്, ഇതിൻ്റെ ബേസായിട്ട് അറിയേണ്ടത്, ഇതിൻ്റെ ഫുൾ ഫോം പഠിക്കണം. നിങ്ങൾ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷി അധിനിയം, പുതിയ 3 നിയമങ്ങളുടെ ഫുൾ ഫോം ആദ്യം പഠിക്കണം. ഇനി ഇത് നിലവിൽ വന്ന തീയതികൾ എല്ലാവരും നിർബന്ധമായും പഠിക്കണം. ഇത് നിലവിൽ വന്ന തീയതികൾ എല്ലാവർക്കും അറിയാം. 2024 ജൂലൈ 1-നാണ് ഈ 3 നിയമങ്ങളും നിലവിൽ വന്നത്. 2024 ജൂലൈ 1-ന്. അതിൽ ഭാരതീയ ന്യായ സംഹിതയിൽ എത്ര സെക്ഷൻ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാരതീയ ന്യായ സംഹിതയിൽ 358 വകുപ്പുകളും ഭാരതീയ ന്യായ സംഹിതയിൽ 20 അധ്യായങ്ങളും ഉണ്ട്. അതുപോലെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിൽ 531 വകുപ്പുകളും 39 അധ്യായങ്ങളും 2 പട്ടികയുമാണുള്ളത്, 2 ഷെഡ്യൂൾ. ഭാരതീയ സാക്ഷി അധിനിയം അതിനകത്തുള്ളത് 170 വകുപ്പുകളും 12 അധ്യായങ്ങളും 4 ഭാഗങ്ങളുമാണ്. 4 പാർട്ടാണ്, അവിടെ ഷെഡ്യൂളില്ല, 4 ഭാഗങ്ങൾ. പഠിച്ചല്ലോ. കേരള പോലീസ് ആക്ട് എടുക്കുകയാണെങ്കിൽ 3 മാർക്കിൻ്റെ പോർഷനാണ്. 131 വകുപ്പുകളും 8 ചാപ്റ്ററും ഉണ്ട്. IT ആക്ട് എടുക്കുകയാണെങ്കിൽ, ഭേദഗതി വന്നതിന് ശേഷമാണ് പറയുന്നത്, 124 വകുപ്പുകളും 14 ചാപ്റ്ററുകളും 2 ഷെഡ്യൂളുമാണുള്ളത്. വിവരാവകാശത്തിലാണെങ്കിൽ 31 സെക്ഷനുകളും 6 അധ്യായവും 2 ഷെഡ്യൂളുമാണുള്ളത്. പോക്സോയിലാണെങ്കിൽ 46 വകുപ്പുകളും 9 ചാപ്റ്ററുമാണുള്ളത്. NDPS-ലാണെങ്കിൽ 83 സെക്ഷനും അല്ലെങ്കിൽ വകുപ്പുകളും 6 അധ്യായം. പലയിടത്തും 8 എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും 6 അധ്യായം. പേർ ആക്ട് പ്രകാരം 6 അധ്യായം. ഈ 8 എന്ന് പറയാൻ കാരണം അതിനകത്തുള്ള സബ് ചാപ്റ്റേഴ്സ്, ഇപ്പോൾ 5A എന്നും 2A എന്നൊക്കെ വരുന്ന ചാപ്റ്റേഴ്സ് കൂടെ കൂട്ടി അവർ 8 എന്ന് പറയുന്നുണ്ട്. ഓക്കെ. ഒരു പട്ടികയുണ്ട് NDPS. 83 വകുപ്പുകളും 6 അധ്യായവും ഒരു പട്ടികയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ITI, RTI, പോക്സോയി, NDPS, BSA, BNSS, DNS. ഓക്കെ. ഇതെല്ലാം നിലവിൽ വന്ന ഡേറ്റുകൾ അറിയാം നമുക്കല്ലേ? 3 പുതിയ നിയമങ്ങളും വന്നത് 2024 ജൂലൈ 1-നാണ്. പോക്സോ വന്നത് 2012 നവംബർ 14-നാണ്. അതിൻ്റെ ഭേദഗതി 2019-ലായിരുന്നു. IT ആക്ട് 2000 ഒക്ടോബർ 17-നാണ്. അതിൻ്റെ ഭേദഗതി വന്നത് 2008-ലാണെങ്കിലും നിലവിൽ വന്നത് 2009-ലാണ്. RTI 2005-ലാണ്, ഒക്ടോബർ 12-നാണ്. അതും ഭേദഗതി ചെയ്തത് 2019.
പോക്സോ പറഞ്ഞു NDPS 1985 നവംബർ 14 ഇത് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് പഠിച്ചിട്ട് മുന്നോട്ട് പോവുക. NDPS നിയമത്തിൽ നിങ്ങൾ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു 3-4 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ NDPS നിയമത്തിൽ ഈ നാർക്കോട്ടിക് ഡ്രഗ്സ് അല്ലെങ്കിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസുകളെ പറ്റി പ്രതിപാദിക്കുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത്, പ്രതിപാദിക്കുന്നത് എവിടെയാണ്, എവിടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ കറക്റ്റ് പട്ടികയിലാണെന്ന് പറയുക. ഓക്കെ. അതുപോലെ തന്നെ NDPSലെ ഉപയോഗത്തെ പറ്റി, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തെ പറ്റി പഠനം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം അത് 27ാമത്തെ വകുപ്പാണ്. ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ കൊക്കൈൻ, മോർഫിൻ, ഡൈഅസറ്റൈൽ മോർഫിൻ എന്നിവ ഉപയോഗിച്ചാൽ 1 വർഷം വരെയുള്ള കഠിന തടവും 20,000 രൂപ പിഴയും കിട്ടും. അതുപോലെ നിങ്ങൾ അറിയേണ്ടത് NDPSൽ തന്നെ 31A. ഈ 31A എന്ന് പറഞ്ഞാൽ 31ൽ എന്തൊക്കെ വരുന്നു? 19, 24, 27A. 19, 24, 27A. ഈ 3 സെക്ഷനുകളെയും പറ്റി പറയുന്നുണ്ട്. 19, 24, 27A. ഒരു പുസ്തകം ഉണ്ടെങ്കിൽ എടുത്ത് വെച്ച് എഴുതുക. 19, 24, 27A. ഈ 3 സെക്ഷനും ഉൾപ്പെടുന്നതാണ് 31A. 19 എന്ന് പറഞ്ഞാൽ അനധികൃതമായി കറുപ്പ് കൃഷി ചെയ്താൽ, 24 എന്ന് പറഞ്ഞാൽ വിദേശ വ്യക്തിയുമായി കച്ചവട ബന്ധത്തിൽ ഏർപ്പെട്ടാൽ, 27A എന്ന് പറഞ്ഞാൽ ധനസഹായം നൽകുക കുറ്റവാളികൾക്ക്. ഇതിന് 3-ഉം 10 മുതൽ 20 വർഷം വരെയും കഠിന തടവും 1 മുതൽ 2 ലക്ഷം രൂപ വരെയുള്ള പിഴയും ലഭിക്കാം. ഞാൻ ഈ പറയുന്ന സെക്ഷനുകൾ പുസ്തകം കൂടെ മുമ്പിൽ വെച്ച് പഠിക്കാതെ നാളെ എക്സാമിന് പോകരുത്. ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തൊക്കെ പഠിക്കണമെന്ന് മാത്രമാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. ഓക്കെ. അങ്ങനെ NDPS ആയി. അത് കഴിഞ്ഞ് NDPSൽ തന്നെ അറിയാവുന്നത് 37. തിരിച്ചറിയാനാകുന്ന കുറ്റം എന്നൊരു പേര് ചോദിക്കുകയാണെങ്കിൽ സംശയം ഇല്ലാതെ എഴുതുക 37ആണ്. ഇന്നലെ നടന്ന എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പോലീസിന് നേരിട്ടെടുക്കാവുന്ന കൊടുക്കാവുന്ന കേസെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ശരിയാണ്, കൊഗ്നൈസബിളാണ്. ജാമ്യമില്ലാത്ത കേസാണെന്ന് അതും ഓക്കെയാണ്. അതുപോലെ നമ്മുടെ NDPS തന്നെ 68F അല്ലെ വസ്തുക്കൾ പിടിച്ചെടുക്കുക എന്നുള്ള കാര്യമാണ് 68F. അതുപോലെ നിങ്ങൾ അറിയേണ്ടത് NDPSൽ തന്നെ NDPS നിയമവുമായി ബന്ധപ്പെട്ട് ഇത് എവിടെയൊക്കെ പ്രാബല്യത്തിൽ വരും. അത് ഇന്നലെ ചോദിച്ച ക്വസ്റ്റ്യൻ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുമുണ്ട്. NDPS എവിടെയൊക്കെ പ്രാബല്യത്തിലാകും? അത് ഇന്ത്യ മുഴുവൻ അല്ലേ പ്രാബല്യത്തിലുണ്ട്. അതുപോലെ തന്നെ ഈ നിയമം ഇന്ത്യയിൽ ദേശീയത്തിലുള്ള കപ്പലുകൾക്കും വിമാനങ്ങൾക്കും ഉൾപ്പെടെ അല്ലേ പ്രാബല്യത്തിലുണ്ട്. ഇന്ത്യൻ പൗരന്മാർക്ക് അവർ വിദേശത്താണെങ്കിൽ പോലും ഇതവർക്ക് ബാധകമാണ്. അതുപോലെ പോക്സോയിൽ എടുക്കുകയാണെങ്കിൽ പോക്സോയുടെ ഫുൾ ഫോം അതറിയണം, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. ഈ പോക്സോയിൽ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ 3, 4. 3ഉം 4ഉം ഈ 3ഉം 4ഉം അറിയേണ്ടത് 3 പ്രവേശിത ലൈംഗിക അതിക്രമമാണ്. പ്രവേശിതം അല്ലെങ്കിൽ മറ്റൊരു വാക്ക് ലൈംഗിക നുഴഞ്ഞുകയറ്റം അല്ലെങ്കിൽ ലൈംഗിക കടന്നുകയറ്റം അല്ലെങ്കിൽ പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്. ഇതിൻ്റെ ശിക്ഷ 4ലാണ്. 4+1, 4+2, 4+3. 4+1 പറയുന്നത് 4+1 പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? നമുക്ക് ഈ പ്രവേശിത ലൈംഗിക അതിക്രമത്തിന് 10 വർഷത്തിൽ കുറയാത്ത അല്ലേ തടവ് ഓർ കഠിന തടവെന്നാണ് പറയുന്നത്. ഓക്കെ. എന്ന് പിന്നെ പിഴയുണ്ടാവും, ജീവപര്യന്തം വരെ. 4+2 അത് 16 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ 20 വർഷത്തിൽ കുറയാത്തതും ശേഷിക്കുന്ന ജീവിതകാലം. 4+3 ഈ പിഴ തുക കുട്ടിക്ക് കൊടുക്കും, ഇരയായ കുട്ടിക്ക്. അതുപോലെ 7 നമുക്കറിയാം ലൈംഗിക അതിക്രമം എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ നോക്കേണ്ടത് ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് സ്പർശിക്കുക, മോശം ഉദ്ദേശത്തോടുകൂടി സ്പർശിക്കുക. അതിൻ്റെ ശിക്ഷ 8ലാണ് പറയുന്നത്. 3 മുതൽ 5 വർഷം വരെയുള്ള തടവും പിഴയും കിട്ടും. അടുത്ത് 11 പീഡനമാണ്. അവിടെ സ്പർശനം വരുന്നില്ല. അവിടെ മോശമായിട്ടുള്ള ചിത്രങ്ങൾ, വസ്തുക്കൾ, ശബ്ദം, ആംഗ്യം തുടങ്ങിയവയൊക്കെ കാണിച്ചാൽ പീഡനമായിട്ട് കണക്കാക്കാം. കുട്ടിയെ പിന്തുടരുക, കുട്ടിയെ ഭീഷണിപ്പെടുത്തുക തുടങ്ങിയവയൊക്കെ അവിടെ വരും. അതിൻ്റെ ശിക്ഷ ഈ 11ൻ്റെ ശിക്ഷ 12ലാണ്, 3 വർഷം. ഇനി 22, 23 അറിയാം. 22 എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാജ അല്ലെ വാർത്ത കൊടുക്കുക. 23 എന്ന് പറഞ്ഞാൽ വ്യാജ പരാതി. അപ്പോൾ ഇതാണ് പോക്സോയിൽ പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട ക്വസ്റ്റ്യൻ. പിന്നെ പോക്സോ ശിശു സൗഹാർദ്ദ നടപടികളായിരിക്കും. കുട്ടിയെ 1 വർഷത്തിനകത്ത് എന്ത് ചെയ്തിരിക്കണം? ഈ വിചാരണ പൂർത്തിയാക്കിയിരിക്കണം. 1 മാസത്തിനകം മൊഴിയെടുത്തിരിക്കണം വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ. മാത്രമല്ല അവിടെ അറിയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് 4, 6, 8, 10 ഈ പ്രവേശിത ലൈംഗിക അതിക്രമമായാലും ലൈംഗിക അതിക്രമമായാലും ഇത് 2 മാസത്തിനകം പൂർത്തീകരിച്ചിരിക്കണം. ഈ സെക്ഷൻ മാത്രം. പോക്സോ ഇത്രയുമാണ് പറയുന്നത്. കേരള പോലീസ് ആക്ട് എടുക്കുക.
കേരള പോലീസ് ആക്ട് നിലവിൽ വന്നത് 2011 2011 ജനുവരി 29 ഗവർണർ ഒപ്പുവെച്ചു. 2011 ജനുവരി 31 അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ അറിയേണ്ടത് കേരള പോലീസ് ആക്ടിൽ 3 കടമ നമ്മൾ പഠിക്കാൻ എളുപ്പമാണ്. കടമ. അതുപോലെ ചുമതല, ചുമതല 4 ചുമതല ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. പക്ഷാഭേദം പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പഠിക്കണം. 7 മറക്കരുത്, കാര്യക്ഷമമായ പോലീസ് സേവനത്തിന് പൊതുജനങ്ങൾക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞ സെക്ഷൻ 7. 8 പിന്നെ എല്ലാ പരീക്ഷയിലും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് 8. എന്താണ് 8 എന്ന് ചോദിച്ചാൽ എന്താണ്? 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്തെല്ലാം അവകാശം ലഭിക്കണം എന്നാണ് 8 പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്തെല്ലാം അവകാശം ലഭിക്കണം, ഇതാണ് 8 പറയുന്നത്. അപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ എന്തെല്ലാം അവകാശം ലഭിക്കണമെന്ന് ഓരോ സബ് സെക്ഷനായിട്ട് അതിനകത്ത് മനസ്സിലാക്കുക. പോലീസ് സ്റ്റേഷനിൽ എന്തെല്ലാം അവകാശം ലഭിക്കണം. അത് കഴിഞ്ഞ് 14 പോലീസിൻ്റെ ഘടനയാണ്, സ്ട്രക്ചർ. CPO മുതൽ DGP ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ് വരെ വരും. CPO സിവിൽ പോലീസ് ഓഫീസർ, ഫുൾ ഫോം പഠിക്കണം. SCPO സീനിയർ സിവിൽ പോലീസ് ഓഫീസർ. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ വരുന്നു ASI അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. അത് കഴിഞ്ഞ് വരുന്നു SI സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. അത് കഴിഞ്ഞ് IOP ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഒരു സ്റ്റേഷൻ്റെ ചുമതലയുള്ള നിലവിലുള്ള ഉദ്യോഗസ്ഥൻ ഇൻസ്പെക്ടർ ഓഫ് പോലീസാണ് IOP. DYSP ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്. അത് കഴിഞ്ഞ് SP വരുന്നു സൂപ്രണ്ട് ഓഫ് പോലീസ്. അതിൻ്റെ മുകളിൽ ഏതാ DIG സൂപ്രണ്ട് DIG എന്താണ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്. DIG കഴിഞ്ഞ് വരുന്നത് IG ആണ്, ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്. IG കഴിഞ്ഞ് വരുന്നത് ADGP ആണ്, അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. അത് കഴിഞ്ഞ് ADGP കഴിഞ്ഞ് വരുന്നു ADGP കഴിഞ്ഞ് വരുന്നു DGP ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. അത് കഴിഞ്ഞ് DGP ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ് സംസ്ഥാന പോലീസ് മേധാവി. അപ്പോൾ ഇത് ഇത്രയും ഓർഡറിൽ പഠിക്കണം. 21 സ്പെഷ്യൽ വിങ്ങുകൾ, യൂണിറ്റുകൾ, സ്ക്വാഡുകൾ, ബ്രാഞ്ചുകൾ തുടങ്ങിയവയെക്കുറിച്ചാണ് 21 പറയുന്നത്. അത് കഴിഞ്ഞ് പറയുന്നത് എന്താണ്, അതിനകത്ത് ഏതൊക്കെ വരുമെന്ന് പഠിച്ചോണം കേട്ടോ. സ്പെഷ്യൽ പോലീസിൻ്റെ അറിയാമല്ലോ, സ്പെഷ്യൽ വിങ്ങുകൾ, ബ്രാഞ്ചുകൾ, സ്ക്വാഡുകൾ തുടങ്ങിയവയൊക്കെ വരുന്നുണ്ട്. റെയിൽവേ പോലീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനകത്താണ് വരും. സൈബറൊക്കെ വരുന്നു. 29 പോലീസിൻ്റെ പെരുമാറ്റം നിർബന്ധമായും നാളെ വരും. നാളെ അല്ലെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരും. 29 പോലീസിൻ്റെ പെരുമാറ്റം. അപ്പോൾ പോലീസിൻ്റെ പെരുമാറ്റം 29 വരും. അത് പഠിച്ചോളണം. സഭ്യവും മാന്യവുമായി പെരുമാറുക, അല്ലെ ബാക്കി കാര്യങ്ങളൊക്കെ പഠിച്ചോണം. 31 പോലീസിനെ അല്ലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 31 പ്രകാരം രഹസ്യമായി സൂക്ഷിക്കണമെന്നാണ് വിവരങ്ങൾ. ഏതെങ്കിലും ഒരു പ്രതിയെ പോലും ഹാജരാക്കണമെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ പ്രത്യേക അനുമതി വേണം. 33 ഓഡിയോ വീഡിയോ, അത് ചോദിച്ച ക്വസ്റ്റ്യനാണ്, ചോദിക്കും ഇനി. ഓഡിയോ വീഡിയോ റെക്കോർഡുകൾ സൂക്ഷിക്കാം. 37 ഒരു സ്വകാര്യ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ പോലീസ് പാലിക്കേണ്ടത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഒരു സ്വകാര്യ സ്ഥലത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് പോലീസ് പാലിക്കേണ്ടത് എന്തൊക്കെയാണ്? ആചാരം, മര്യാദ, സ്വകാര്യത, ഔചിത്യം തുടങ്ങിയ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് 37 നമുക്ക് പഠിക്കണം. 37 ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഇത് പാലിച്ചുകൊണ്ട് ഏതൊരു സ്വകാര്യ സ്ഥലത്തും പോലീസിന് പ്രവേശിക്കാം. പ്രവേശിക്കും മുമ്പ് അവിടുത്തെ ഉടമസ്ഥൻ്റെ അനുമതി ചോദിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് 38 എന്ന് പറഞ്ഞാൽ എന്താണ്? 38 നമുക്കറിയാനുള്ളത് 39 ഉണ്ട്. 38 എന്ന് പറഞ്ഞാൽ ഒരു പോലീസുകാരൻ മാക്സിമം കുറ്റകൃത്യം തടയാൻ ശ്രമിക്കണം. അതിനുവേണ്ടി സ്വകാര്യ വ്യക്തിയുടെ സഹായമൊക്കെ തേടാം. 39 പോലീസിൻ്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണം. പാലിച്ചില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും, വസ്തുക്കൾ പിടിച്ചെടുക്കാം. 57 ഇന്നലെ ചോദിച്ച ക്വസ്റ്റ്യനാണ്. കാണാതായ വ്യക്തിയെ കണ്ടെത്താൻ എന്ത് ചെയ്യണമെന്നാണ്, അല്ലെ? കാണാതായ വ്യക്തിയെ കണ്ടെത്താൻ എന്ത് ചെയ്യണം, അത് ഓർത്തോണം. അതുപോലെ നമ്മുടെ എന്താണ് 61 ട്രാഫിക്കാണ്. 64 കമ്മ്യൂണിറ്റി പോലീസിംഗ് നിർബന്ധമായും പഠിക്കണം. പോലീസിൻ്റെ സേവനം കുറഞ്ഞ സ്ഥലങ്ങളിലാണ് കമ്മ്യൂണിറ്റി പോലീസിങ്ങിൻ്റെ ആവശ്യം വരുന്നത്. അത് ജില്ലാ പോലീസ് മേധാവിയാണ് കമ്മ്യൂണിറ്റി പോലീസിങ്ങിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് ഓർമ്മിക്കുക. അവർ പോലീസിനെ സഹായിക്കണമെന്നാണ്, പക്ഷേ അവരെ കേസ് എടുക്കാനോ ആയുധം കൊടുക്കാനോ അധികാരമില്ല. അത് കഴിഞ്ഞ് 69 പഠിച്ചു. 69 പ്രധാനമായിട്ടും അഗ്നിബാധ ദുരന്തം തുടങ്ങിയവയൊക്കെ ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്നാണ് പഠിച്ചത്. അതിൽ പോലീസിനും മജിസ്ട്രേറ്റിനും പബ്ലിക് സർവൻറ്റ് തുടങ്ങിയവർക്കെല്ലാം നടപടിയെടുക്കാം. ഫയർഫോഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് 77 എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദമലിനീകരണം. 98 സ്പെഷ്യൽ പോലീസ് ഓഫീസർ നിർബന്ധമായും പഠിക്കണം. സ്പെഷ്യൽ പോലീസ് ഓഫീസർ നിർബന്ധമായും പഠിക്കണം. പിന്നെ ഞാനൊരു 100% ഉറപ്പ് പറയുന്ന സെക്ഷനാണ് 117, 118, 119. ഇത് 4 ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കും. പക്ഷേ ഹെഡിങ് മാത്രം പഠിച്ചിട്ട് പോകരുത്. 117 പോലീസിൻ്റെ ചുമതലയാണ്, അതിലിടപെട്ടാൽ ശിക്ഷ കിട്ടും. 118 ഗുരുതരമായ ക്രമസമാധാന ലംഘനം. 119 സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം. 120 എന്താണ്?
ലാസ്റ്റ് പറഞ്ഞു സാധാരണ ശല്യം ഉണ്ടാക്കുക. ഇതിൻ്റെയൊക്കെ ശിക്ഷകൾ പഠിക്കണം. ആദ്യത്തെ 3 3 വർഷവും 10,000, ലാസ്റ്റ് എടുത്തത് 1 വർഷം 5,000. ഇതിനകത്തുള്ള സബ് സെക്ഷൻ വായിക്കണേ, വായിക്കാതെ പോകല്ലേ, വായിക്കണം. ഇതാണ് കേരള പോലീസ് ആക്ട്. IT ആക്ട് നമ്മൾ അറിയേണ്ടത്. IT ആക്ട് നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17-നാണ്. IT ആക്ടിൽ 43 അറിയാം. ഇലക്ട്രോണിക് വസ്തുക്കൾ കേടുപാടുകൾ വരുത്തുക, വൈറസ് അറ്റാക്കൊക്കെ വരും. 43A അത് സംരക്ഷിക്കുന്നതിന്, അല്ലെ 43 ഡേറ്റ സംരക്ഷിക്കുന്നതിൽ വീഴ്ച വന്നാലാണ് 43A. അതിൽ വീഴ്ച വരുത്തുന്ന ഏതൊരു കമ്പനിയും പിഴയ്ക്ക് അർഹരാണ്. 65 സൈബർ ടാമ്പറിംഗ് ആണ്. ടാമ്പറിംഗ് ചുരണ്ടൽ എന്ന് പറയും. ശരിയായ വസ്തുക്കൾ നീക്കം ചെയ്തിട്ട് തെറ്റായ വിവരങ്ങൾ കൂട്ടിച്ചേർക്കുന്നതാണ് സൈബർ ടാമ്പറിംഗ്. ഈ സൈബർ ടാമ്പറിങ്ങിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 വർഷവും 2 ലക്ഷം രൂപയുമാണെന്ന് അറിയുക. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് സൈബർ ടാമ്പറിംഗ് കഴിഞ്ഞിട്ട് വരുന്നത് 66 ഹാക്കിംഗ്. ഹാക്കിംഗ് മാത്രമല്ല, അതിന് 2008 ഭേദഗതി പ്രകാരം അതിൻ്റെ പേര് മാറ്റി കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് എന്നാക്കി. 3 തരം ഹാക്കേഴ്സ് ഉണ്ട്: വൈറ്റ്, ബ്ലാക്ക്, ഗ്രേ. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നല്ല ഉദ്ദേശം വൈറ്റ്, മോശം ബ്ലാക്ക് ഒക്കെ. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് 3 വർഷവും 5 ലക്ഷവുമാണ് ഹാക്കിങ്ങിൻ്റെ ശിക്ഷ. 66A റദ്ദാക്കിയിട്ടുണ്ട്. 66A IT ആക്ട് 2015 മാർച്ച് 24 ശ്രേയാ സിംഗൽ എന്ന കേസ് പ്രകാരം അത് റദ്ദാക്കിയിട്ടുണ്ട്. ശ്രേയാ സിംഗൽ വേഴ്സസ് ഇന്ത്യ. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് ആണ് പ്രധാനമായിട്ടും IT ആക്ടിൽ തന്നെ 66 കഴിഞ്ഞ് 66A. 66 BCD. ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഈ മോഷണം, വസ്തുക്കളെയൊക്കെ മോഷണം എന്ന് ഓർത്താൽ അല്ല. ബി അവിടെ ബി എന്ന് പറഞ്ഞാൽ ഈ എന്താണ്, ബണ്ടി ചോറെന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഓഫ്ലൈൻ ക്ലാസ്സുകൾ. അപ്പോൾ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എന്താണ്, ഏതെങ്കിലും ഇലക്ട്രോണിക് വസ്തുക്കൾ മോഷ്ടിക്കുക, അത് സ്വീകരിക്കുക തുടങ്ങിയവയ്ക്കാണ് 66B വരുന്നത്. ഓക്കെ. അപ്പോൾ അതിന് ശിക്ഷ 3 വർഷം 1 ലക്ഷമാണ്. 66C എന്ന് പറഞ്ഞാൽ കാർഡ് എന്ന് ഓർമ്മിക്കാം. ATM കാർഡിൻ്റെ പിന്ന്, പാസ്വേഡ് തുടങ്ങിയവയൊക്കെ മോഷ്ടിക്കുന്ന 66Cയിലാണ്. അപ്പോൾ കാർഡെന്നൊക്കെ ഓർമ്മിക്കാം. അവിടെ 3 വർഷം 1 ലക്ഷമാണ്. 66D എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നവർക്ക് ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ, വ്യാജ അക്കൗണ്ടുകൾ തുടങ്ങിയവയ്ക്കാണ് 66Dയിൽ വരുന്നത് നിർമ്മിക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് നിർമ്മിച്ചത് അവിടെ 3 വർഷം 1 ലക്ഷം. വ്യാജ അക്കൗണ്ട് മാത്രമല്ല, ഇവിടെ സ്വത്വാപഹരണം എന്ന വാക്ക് ഓർമ്മിക്കണം 66Cയിൽ. അടുത്തത് 66E വരുന്നു. 66E എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ടത് എന്താണ്, D കഴിഞ്ഞ് ഈ നമ്മൾ എന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നൊരു ഫോട്ടോ ഇട്ടു അല്ലേ? അതിന് വേറൊരാൾ മോഷ്ടിച്ചുകൊണ്ട് പോയി അയാൾക്ക് ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ 66E പ്രകാരം ശിക്ഷാർഹമാണ്. 66E എന്ന് പറഞ്ഞാൽ സ്വകാര്യതാപഹരണം അല്ലെ സ്വകാര്യത ലംഘനം. ചിത്രങ്ങളൊക്കെ മറ്റുള്ള അനുവാദം ഇല്ലാതെ എടുത്തു കഴിഞ്ഞാൽ 3 വർഷം 2 ലക്ഷം. അത് കഴിഞ്ഞ് 66F ഭീകരത. ഇന്നലെ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഭീകരത, സൈബർ ടെററിസം, ജീവപര്യന്തം. അതിനകത്ത് നമുക്ക് അടുത്ത 67ആണ്. 67 67A എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിലൂടെ അശ്ലീല ചിത്രങ്ങൾ പകർത്തുക, പ്രചരിപ്പിക്കാൻ 67. 67A എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് രൂപത്തിൽ ഇലക്ട്രോണിക് മീഡിയ വഴി പകർത്തുക, പ്രചരിപ്പിക്കുക തുടങ്ങിയ ഡൗൺലോഡിംഗ് ഒക്കെ വരും. പോർണോഗ്രഫി വരും 67. 67Aയുടെ ശിക്ഷ എന്ന് പറഞ്ഞാൽ 5 വർഷവും 10 ലക്ഷവും. വീണ്ടും ആവർത്തിച്ചാൽ 7 വർഷവും 10 ലക്ഷം. ചോദിച്ച ക്വസ്റ്റ്യനാണ്. അടുത്തത് ചൈൽഡ് പോർണോഗ്രഫി 67B ആണ്. കുട്ടികളുടെ ചിത്രങ്ങൾ, അശ്ലീല ചിത്രങ്ങൾ. അവിടെയും സെയിമാണ്. 5 വർഷം 10 ലക്ഷം. വീണ്ടും ആവർത്തിച്ചാൽ 7 വർഷം 10 ലക്ഷം. 7 വർഷം 10 ലക്ഷം. അടുത്തത് നമ്മൾ അറിയേണ്ടത് 67 68B. അടുത്ത് നമ്മൾ നോക്കാനുള്ളത് ഈ പറയുന്ന ഇതാണ് 72 രഹസ്യാത്മകതയുടെയും സ്വകാര്യതയും ലംഘനം. രഹസ്യാത്മകതയുടെയും സ്വകാര്യതയുടെയും ലംഘനം ആണ് പറയുന്നത്. അപ്പോൾ രഹസ്യാത്മകതയുടെയും സ്വകാര്യതയുടെയും ലംഘനം എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേഴ്സണൽ ഡയറി, പ്രമാണങ്ങൾ തുടങ്ങിയവ എടുത്തു കഴിഞ്ഞാൽ അവിടെ ശിക്ഷ 2 വർഷവും 1 ലക്ഷവുമായിരുന്നു. അതിപ്പോൾ എത്രയാക്കി മാറ്റി? അത് 5 ലക്ഷം രൂപ വരെയാക്കി മാറ്റി. ജൻവിശ്വാസ് നിയമപ്രകാരം. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾ പഠിച്ചത് 77B ആണ്. ബോണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ ബെയിൽ എന്ന് പറയും. 3 വർഷം വരെയുള്ള കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നവയാണ്. 3 വർഷത്തിന് മുകളിലുള്ളതെല്ലാം കോഗ്നൈസബിളുമാണെന്ന് അറിയിക്കാം. അതും ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇനി 78 നിർബന്ധമായും പഠിക്കണം. 78 എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയേണ്ടത് എന്താണ്? ഇൻസ്പെക്ടർ ഓഫ് പോലീസ് റാങ്കിൽ കുറയാത്തൊരു ഉദ്യോഗസ്ഥൻ വേണം ഇതൊക്കെ അന്വേഷിക്കാനെന്നൂടെ അറിയില്ല. ഇതാണ് IT ആക്ട്. RT ആക്ടിലേക്ക് പോവുകയാണ്. വിവരാവകാശ നിയമത്തിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ പഠിക്കാനുള്ളത് വിവരാവകാശം നമുക്കറിയാം. കുറേ GK പാട്ടൊക്കെ ഉണ്ട്. വിവരാവകാശം അല്ലെങ്കിൽ മസ്തൂർ കിസാൻ ശക്തി സംഘടനയാണ് അരുണ റോയ് നേതൃത്വം നയിച്ചു എന്നൊക്കെ പഠിച്ചു. ഇതിനകത്ത് ഭേദഗതി വരുത്തിയപ്പോൾ പ്രധാനമായും വന്ന 3 സെക്ഷനുകളാണ് ഭേദഗതി വരുത്തിയത്. അതിലൊന്ന് 13ഉം 16ഉമാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം, അതുമായിട്ട് ബന്ധപ്പെട്ടതും പ്രായം, കാലാവധി. അതുപോലെ 16 സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി.
ഇതൊക്കെ ഭേദഗതി വരുത്തി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാക്കി മാറ്റി. അതുപോലെ തന്നെ വിവരം കൊടുക്കാൻ വിവരാവകാശ കമ്മീഷണർ 30 ദിവസത്തിനകത്ത് മറുപടി കൊടുക്കണം. അസിസ്റ്റന്റ് ഇൻഫർമേഷൻ കമ്മീഷണർ ആണെങ്കിൽ 35 ദിവസം. ഈ 30 ദിവസം എന്ന് പറയുന്നത് ഓക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 10 രൂപയാണ് വിവരം കൊടുക്കാനുള്ള ഫീസ് എന്ന് പറയുന്നത്. അത് A3 A4 പേപ്പറിലാണെങ്കിൽ 3 രൂപയും ഫ്ലോപ്പി CD-യിലൊക്കെ ആണെങ്കിൽ 75 രൂപയുമാണ്. PPL-കാർക്ക് പൈസ കൊടുക്കേണ്ട. അടുത്തത് നമ്മൾ നോക്കാനുള്ളത് ഈ പറയുന്ന വിവരാവകാശത്തിൽ ഈ ഇതാണ് പ്രധാനമായിട്ടുള്ളത് മൂന്നാം കക്ഷി വിവരം. മൂന്നാം കക്ഷി വിവരം 11 മൂന്നാം കക്ഷിയോട് വിവരം ചോദിക്കാനുള്ള സമയം 5 ദിവസമാണ്. മൂന്നാം കക്ഷി മറുപടി കൊടുക്കേണ്ടത് 10 ദിവസവും. മൊത്തം മൂന്നാം കക്ഷിയുടെ വിവരം കിട്ടേണ്ടത് 40 ദിവസത്തിനകത്ത്. ഓക്കെ, ഇതിന് അപ്പീലിൽ പോകാൻ 30 ദിവസം അല്ലെങ്കിൽ മാക്സിമം 45 ദിവസത്തിനകത്ത് ഒന്നാം അപ്പീലിന് പോകാം. രണ്ടാം അപ്പീൽ 90 ദിവസം വരെയും ഓർമ്മിക്കുക. ഇതിനകത്ത് 2 F ഇന്നലെ ചോദിച്ചു. വിവരം എന്നാലും നിന്നുള്ളൊരു ലിസ്റ്റ് ഉണ്ട്, പഠിക്കണം. അത് കഴിഞ്ഞ് 8, 9 നിർബന്ധമായും പഠിക്കണം. 8, 9 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ വിവരങ്ങൾ നിഷേധിക്കാവുന്ന സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ്, രഹസ്യ വിവരങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് വിവരാവകാശവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കിയിട്ട് പോകണം. വിവരാവകാശം മൊത്തം വായിക്കണം, എന്നാലും നോക്കിയിട്ട് പോകണം. അതുപോലെ വിവരാവകാശത്തിൻ്റെ നമ്മൾ ശമ്പളമൊക്കെ അറിയാമല്ലോ, ശമ്പളം പഠിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ പിഴ 280 രൂപയാണ് ഒരു ദിവസം വിവരം കൊടുക്കാൻ വൈകിയാലുള്ള പിഴ എന്നറിയണം. അതുപോലെ നിങ്ങൾ അറിയേണ്ടത് നമ്മൾ പോക്സോ നോക്കി, NDPS നോക്കി, KP ആക്ട് നോക്കി, IT ആക്ട് നോക്കി. ഭാരതീയ സാക്ഷ്യ അധീനിയം ഞാൻ ഇന്നലെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്, ആ ക്ലാസ് ഒന്ന് കാണുക. ഭാരതീയ സാക്ഷ്യ അധീനിയം നിലവിൽ വന്ന ഡേറ്റ് ജൂലൈ 1, 2024. പുതിയ നിയമമാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം. ഇതിനകത്ത് ആദ്യം കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്. അതിൽ 2 ക്ലോസ്. D എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റ്, E എന്ന് പറഞ്ഞാൽ എവിഡൻസ്, F എന്ന് പറഞ്ഞാൽ ഫാക്റ്റ്, G എന്ന് പറഞ്ഞാൽ ഫാക്ട്സ് ഇൻ ഇഷ്യൂ വാദവസ്തുത, K എന്ന് പറഞ്ഞാൽ പ്രസക്തി. ഇതിനകത്ത് 22ഉം 23ഉം നിർബന്ധമായും പഠിക്കണം. 22 എന്ന് പറയുന്നത് മജിസ്ട്രേറ്റിനോട് പറയുന്ന കുറ്റസമ്മതവും, 23 പോലീസ് കസ്റ്റഡിയിൽ വെച്ച് പോലീസിനോട് പറയുന്ന കുറ്റസമ്മതവും. അത് എപ്പോഴൊക്കെ നിലനിൽക്കില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു. ഇനി 26 നിർബന്ധമായും പഠിക്കണം. 26 മരണമൊഴി. മരണമൊഴി എങ്ങനെ ആയിരിക്കണമെന്ന് 26ാമത്തെ സെക്ഷൻ പറയുന്നു. ഞാൻ ഈ പറയുന്ന സെക്ഷനുകൾ ഇന്നത്തെ ദിവസവും നാളെ എക്സാം വരെ കണ്ടിട്ട് പോവുക, വായിച്ചിട്ട് പോവുക. മരണമൊഴി പഠിക്കാതെ പോകരുത്. മരണമൊഴി എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാകും. മരണമൊഴി എന്താണ് പറഞ്ഞത്? മരണമൊഴി ചോദ്യോത്തര രൂപത്തിലായിരിക്കണമെന്ന് പറഞ്ഞു. മരണമൊഴി എന്താ പറഞ്ഞു, വേറെ എന്താ പറഞ്ഞേ? എടുക്കുന്ന ആൾ മരിച്ചിരിക്കണം. അതുപോലെ പരിക്കുകൾ മരണത്തിന് കാരണമായിരിക്കണം, പൂർണ്ണമായിരിക്കണം. ഇതൊക്കെ മരണമൊഴിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത് ഓർത്തോളണം. അതിൽ 24 കാണാതായ വ്യക്തികളുടെയൊക്കെ കാര്യം പറയുന്നുണ്ട്. 28 കണക്ക് ബുക്കുകളിലെ ഉൾക്കുറിപ്പുകൾ നോക്കണം. പിന്നെ അതിനകത്ത് കുറേ സബ്സെക്ഷനൊക്കെ ഉണ്ട്, അതൊക്കെ വായിക്കണം. പക്ഷേ നിർബന്ധമായും പഠിക്കേണ്ട ഈ കാര്യങ്ങളാണ്. പിന്നെ 39 നിർബന്ധമായും പഠിക്കണം. വിദഗ്ധൻ്റെ അഭിപ്രായം. ആരാണ് വിദഗ്ധൻ? കയ്യക്ഷര വിദഗ്ധൻ. അതൊക്കെ ചോദിക്കും കേട്ടോ. BSc കുറച്ചേ ഉള്ളൂ എങ്കിലും അത് ടൈറ്റായിട്ട് ചോദിക്കും. മാക്സിമം BSc ഒന്നുകൂടെ വായിക്കണം. ഞാൻ പറയുന്ന കേൾക്കുക. BSc ഒന്നുകൂടെ വായിക്കണം. നിർബന്ധമായും സമാധാനപൂർവ്വം ഇരുന്ന് ഓരോ സെൻറ്റൻസും എടുത്ത് വായിക്കാം BSc. അതേപോലെ നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ BNS ഭാരതീയ ന്യായ സംഹിത. ഭാരതീയ ന്യായ സംഹിതയിൽ നമ്മൾ ആദ്യം പഠിക്കാനുള്ളത് കുറേ എന്താണ് 2 ക്ലോസ് 4 എന്താണ്? കപടാനുകരണം. കപടാനുകരണം നിങ്ങൾ വ്യാജൻ എന്നാണ് അല്ലെ, ഒറിജിനൽ എന്ന് പറഞ്ഞ് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. അങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾ മറ്റാളോട് ചതിയാണ് ചെയ്തിരിക്കുന്നത്. 318 ചീറ്റിംഗ്, ചതി ആൻസറായിട്ട് വേണമെങ്കിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ചതി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കാണിച്ച് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്താൽ ചതി. പഠിച്ചോണം. ഏത് ക്വസ്റ്റ്യൻ അങ്ങനെ വന്നാലും ആൻസർ ചതിയാണ്, വിശ്വാസലംഘനമല്ല. ഇനി അത് വിശ്വാസലംഘനമാകണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്നും മറ്റൊരാളെ ഏൽപ്പിക്കണം. ഏൽപ്പിച്ച ആൾ പറ്റിച്ചാൽ മാത്രമേ അത് വിശ്വാസലംഘനമാവുള്ളൂ. എക്സാമ്പിൾ വെച്ച് ചോദിക്കും. അടുത്ത് നമ്മുടെ വീഡിയോ കാണുക. ഞാൻ അതിൽ എല്ലാ പാർട്ടും വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണുക. ഇത് സമയമുണ്ടെങ്കിൽ കണ്ടിട്ട് പോവുക. ഒന്നുകൂടെ ഈ ചതി, മോഷണം തുടങ്ങിയവയൊക്കെ കണ്ടിട്ട് പോവുക. അതുപോലെ ദ്രോഹം എന്ന് പറഞ്ഞാൽ നമുക്കൊരു നേട്ടമില്ലെങ്കിലും മറ്റൊരാൾക്ക് ദോഷമുണ്ടാകണം എന്ന രീതിയിൽ ചെയ്യുന്നതാണ് ദ്രോഹം എന്ന് പറയുന്നത്. ദ്രോഹം. ഓക്കെ, അപ്പോൾ അത് ഓർമ്മിച്ചോളൂ. അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കാനുള്ളത് എന്താണ്? ദ്രോഹം കഴിഞ്ഞു. അടുത്ത് പഠിക്കാനുള്ളത് ദ്രോഹം വേറെ ഒന്നുമില്ല. വീട് നശിപ്പിക്കുക, വണ്ടി പൊട്ടിക്കുക, വെള്ളം കയറ്റി കൃഷി നശിപ്പിക്കുക തുടങ്ങിയവയൊക്കെ ദ്രോഹത്തിൽ വരും. 324. 314 ദുർവിനിയോഗം. വിശ്വാസലംഘനം 316, ചതി 318, 324 ദ്രോഹം, 314 ദുർവിനിയോഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വഴിയിൽ കിടന്നൊരു സാധനം കിട്ടി, അത് ആരുടേതാണെന്ന് അറിഞ്ഞില്ല, എന്നാലും നമ്മൾ ഉപയോഗിച്ചു എങ്കിൽ ദുർവിനിയോഗം. നമ്മുടെ കയ്യിൽ അറിയാതെ ഒരു സാധനം മാറിയെടുത്തു, അത് ആരുടേതാണെന്ന് അറിഞ്ഞിട്ടും തിരിച്ചു കൊടുത്തില്ല എങ്കിൽ ദുർവിനിയോഗം. 314. അങ്ങനെ തന്നെ എക്സാമ്പിൾ തരും.
303 മോഷണമാണ്. മോഷണം എന്ന് പറഞ്ഞാൽ ജംഗമ വസ്തു മാത്രമേ മോഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഓർത്തോണം. ജംഗമം എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന വസ്തുക്കൾ മാത്രമേ മോഷ്ടിക്കാൻ പറ്റുകയുള്ളൂ. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കും. സ്ഥാവര വസ്തു മോഷ്ടിക്കണമെങ്കിൽ സ്ഥാവര വസ്തുവിനെ ജംഗമമാക്കണം. ഉദാഹരണം, ഒരു മരം, വലിയ മരം നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. പക്ഷേ ആ മരത്തിനെ മുറിച്ചിട്ടാൽ എന്തായി മാറി? ജംഗമമായി. അപ്പോൾ നമുക്കത് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ അറിയേണ്ടത്, അപ്പം അതായല്ലോ. അടുത്ത് നമ്മൾ നോക്കേണ്ടത് 303 ശിക്ഷയൊക്കെ നമ്മൾ വായിച്ചോണം. 3 വർഷമൊക്കെ. 304 പിടിച്ചു പറി, ചോദിച്ച ക്വസ്റ്റ്യൻ സ്നാച്ചിങ്, പെട്ടെന്ന് പിടിച്ചുകൊണ്ട് പോകണം. 308 അപഹരണവും 309 കവർച്ചയാണ്. ഇത് തമ്മിൽ വ്യത്യാസം. അപഹരണം ഇലക്ട്രോണിക് രൂപത്തിലൊക്കെ ഭയപ്പെടുത്തി വാങ്ങുന്ന, ബ്ലാക്ക് മെയിൽ ചെയ്ത് വാങ്ങുന്ന തുടങ്ങിയവയൊക്കെയാണ് അപഹരണം. എന്നാൽ കവർച്ച എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. കവർച്ച എന്ന് പറഞ്ഞാൽ ഒരാളെ ഭയപ്പെടുത്തി അല്ലെങ്കിൽ ഉപദ്രവിച്ച് അല്ലെങ്കിൽ നേരിട്ട് നിന്ന് പേടിപ്പിച്ചാൽ യാതൊരു സംശയവുമില്ല, അതാണ് കവർച്ച. നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾ കാണണം കേട്ടോ. മോഷണം അപഹരണം കാണാതെ പോകരുത്. ഞാനിത് വിശദീകരിക്കുന്നതിനേക്കാൾ അവിടെ കറക്റ്റ് കണ്ടൻറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണുക. നിങ്ങളത് ബോധ്യപ്പെടുത്താനാണ് ഞാനിപ്പോൾ വന്നത്. ഇത് പഠിക്കാതെ എക്സാമിന് പോയി 20 മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ, നമ്മുടെ ജോലി അടുത്തോട്ട് വരികയാണ്. അപ്പോൾ ശരി. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ നമുക്ക് കൊലപാതകം അല്ലെങ്കിൽ നരഹത്യ എന്താണ്, കൊലപാതകം എന്താണെന്നുള്ളത് ചോദിക്കാം. നേരിട്ട് നടത്തുന്നത് കൊലപാതകം, അല്ലെങ്കിൽ ഉടനെ മരണം സംഭവിക്കുന്നത് കൊലപാതകം. എന്നാൽ വളഞ്ഞ വഴിയിലൂടെ അയാളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന പ്രവൃത്തി നരഹത്യ. ആളെ വിട്ട് ചെയ്യിപ്പിച്ചാലും നരഹത്യയിലോട്ട് വരും. ഇനി അതിനകത്ത് 111 112 പഠിക്കാതെ പോകരുത്. സംഘടിത കുറ്റകൃത്യവും ചെറിയ സംഘടിത കുറ്റകൃത്യവും എന്താണെന്നുള്ളത് പഠിക്കാതെ പോകരുത്. അതുപോലെ നിങ്ങൾ ഓർക്കേണ്ടത് 111 112 പഠിക്കണം. പിന്നെ 114 114 എന്താണ് ദേഹോപദ്രവം, എന്താണ് കഠിന ദേഹോപദ്രവം, എന്താണ് കഠിന ദേഹോപദ്രവം. അപ്പോൾ ദേഹോപദ്രവം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ശാരീരികമായ വേദന, രോഗം, ദൗർബല്യം എന്നിവ ഉണ്ടാക്കുന്ന ദേഹോപദ്രവം. എന്നാൽ അത് സ്വേച്ഛയാ ചെയ്താലാണ് ശിക്ഷ കിട്ടുന്നത്. അത് 115. 116 എന്താണ് കഠിന ദേഹോപദ്രവം എന്ന് പറയുന്നു. അതെന്തൊക്കെയാണ്? പുരുഷത്വം ഇല്ലാതാക്കുക, കണ്ണിൻ്റെ കാഴ്ചശക്തി നശിപ്പിക്കുക, ചെവിയുടെ കേൾവിശക്തി എന്നേക്കുമായി നശിപ്പിക്കുക, ഏതെങ്കിലും അവയവങ്ങൾ കേടുവരുത്തുക, സ്ഥാനമാറ്റം വരുത്തുക, പല്ലിന് പൊട്ടലുണ്ടാക്കുക. 15 ദിവസം, അത് ചോദിക്കാം. 15 ദിവസം ഈ വേദന അനുഭവിച്ച ആൾ ആ വേദന അനുഭവിച്ച ആശുപത്രിയിൽ ചികിത്സ തേടുകയും തുടങ്ങിയവ വേണം. നോർമലായിട്ട് പറ്റുന്നില്ല. ഇത് 116 വരുന്നത്. 124 ആസിഡ് ആക്രമണം വളരെ പ്രധാനമാണ്. ലക്ഷ്മി വേഴ്സസ് ഇന്ത്യ. ഇതാണ് ആസിഡ് ആക്രമണവുമായി ബന്ധപ്പെട്ട കേസ്. 124 ആണ്. ആസിഡ് ആക്രമണത്തിൻ്റെ ശിക്ഷ പഠിക്കണം. ആസിഡ് ആക്രമണത്തിൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെയാവുന്നതുമായാണ്. അപ്പോൾ അത് മറക്കരുത്. ആസിഡ് ആക്രമണം 124. അതിന് ശ്രമത്തിന് 5 മുതൽ 7 വർഷം. ഇനി 126 127 പഠിക്കണം. നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണുക. അന്യായമായി തടസ്സപ്പെടുത്തൽ, അന്യായമായ തടങ്ങി വയ്ക്കൽ. നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതൊക്കെ ഒന്നുകൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഷോർട്സ് എങ്കിലും നിങ്ങളൊന്ന് കാണുക കേട്ടോ. ഞാൻ കുറേ ഷോർട്സ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ഓടിച്ച് കണ്ടിട്ട് പോവുക. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞത്. അന്യായമായി തടസ്സപ്പെടുത്തൽ, അന്യായമായി തടങ്കലിൽ വയ്ക്കൽ തുടങ്ങിയവ ഒന്ന് ഓർമ്മിക്കണം. തടസ്സപ്പെടുത്തൽ, തടങ്കലിൽ വയ്ക്കൽ. ഓക്കെ. അപ്പോൾ ഈ തടസ്സപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നിയന്ത്രണപ്പെടുത്തുക എന്ന് പറയുന്നു. തടങ്കലിൽ വെച്ചാൽ പരിമിതപ്പെടുത്തുക. ഈ വാക്ക് ഓർമ്മിക്കണം. 129 130 ബലപ്രയോഗവും കയ്യേറ്റവുമാണ്. ബലപ്രയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരാളെ നമ്മളുടെ പ്രവൃത്തി കാണാൻ അയാളെ നീക്കം ചെയ്താൽ അത് ബലപ്രയോഗം. നമ്മളൊരു പ്രവൃത്തി ചെയ്യാനുള്ള തയ്യാറെടുപ്പ്, ഇടിക്കാൻ പോകുന്നു, അടിക്കാൻ പോകുന്നു, ചെയ്യുമ്പോൾ തയ്യാറെടുപ്പിനെ കയ്യേറ്റം എന്ന് പറയാം. കയ്യേറ്റം. ഓക്കെ. അപ്പം ബലപ്രയോഗമായി കയ്യേറ്റമായി. അടുത്തത് നമ്മൾ നോക്കാനുള്ളത് 137 138 എന്താണ്? കിഡ്നാപ്പിംഗ് ആൻഡ് അബ്ഡക്ഷൻ. ഇന്നലെയും ചോദിച്ച ക്വസ്റ്റ്യനാണ്. അബ്ഡക്ഷൻ 138 പഠിക്കണം. ഇത്രയും അവിടെ നിന്ന് പഠിക്കണം. പിന്നെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിൽ പീഡനം പഠിക്കണം. 75 സ്ത്രീകൾക്കുള്ള പീഡനം പഠിക്കണം. അവിടെ 4 കാര്യമുണ്ട്, അത് പഠിക്കണം. പിന്നെ ബലാത്സംഗം 63 ബലാത്സംഗമാകുന്ന സാഹചര്യങ്ങൾ ചോദിക്കും, ഉറപ്പാണ്. സാഹചര്യങ്ങൾ ചോദിക്കും, എണ്ണി ചോദിക്കാം. പിന്നെ വേർപിരിഞ്ഞ് കഴിയുന്നത് 67, മേലധികാരി 68, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചാൽ 69, കൂട്ടബലാത്സംഗമൊക്കെ ഉണ്ട്, അതൊക്കെ പഠിക്കണം. 70 71. അപ്പോൾ ഇതൊക്കെ പഠിക്കണം. ഇരയുടെ പേര് പുറത്തുവിടാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പഠിക്കാതെ പോകരുത്. 80 നിർബന്ധമായി നോക്കണം, സ്ത്രീധന മരണം. 80 നിർബന്ധമായി നോക്കണം, സ്ത്രീധന മരണമാണ്. അതിന് ശിക്ഷ 7 വർഷത്തിനകത്തൊരു സ്ത്രീ അസ്വാഭാവികമായി മരണപ്പെടുകയാണെങ്കിൽ അത് സ്ത്രീധന മരണമായി കണക്കാക്കും. അതിൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 മുതൽ ജീവപര്യന്തം വരെ. പിന്നെ 88 89 90 അറിയാം, ഗർഭം അലസിപ്പിക്കുന്നതാണ്, അത് പഠിക്കണം. അപ്പോൾ ഇത് അവിടെ നിന്ന് പഠിക്കണം. പിന്നെ നമുക്ക് അറിയാനുള്ളത് എക്സെപ്ഷണൽ കേസിലാണ്. അവിടെ സ്വരക്ഷാവകാശം ഉറപ്പായിട്ട് ഞാൻ 100% ഉറപ്പ് പറയുന്നു. സ്വരക്ഷാവകാശം പഠിക്കാതെ പോകരുത്. 100% ഉറപ്പിച്ച് ഞാൻ പറയുകയാണ്. 100%.
അപ്പോൾ സ്വയരക്ഷാവകാശം എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തെയോ നമ്മുടെ വസ്തുവിനെയോ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരികയോ എടുക്കാൻ വരികയോ ചെയ്താൽ നമുക്ക് സ്വയരക്ഷാവകാശം പ്രയോഗിക്കാം. അവിടെ 34 സ്വയരക്ഷാവകാശം പറയുന്നത്. അതിൻ്റെ കീഴിൽ ചെയ്യുന്നതൊന്നും കുറ്റമല്ല. അടുത്ത 35 പറയുന്നു സ്വയരക്ഷാവകാശം 2 വിധമുണ്ട്. ശരീരത്തിനെതിരെയും വസ്തുക്കൾക്കെതിരെയുമാണ് സ്വയരക്ഷാവകാശം വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അടുത്തത് ഞാൻ പറഞ്ഞു സ്വയരക്ഷാവകാശത്തിൽ 36 ചിത്തഭ്രമമുള്ള വ്യക്തിക്കെതിരെയും സ്വയരക്ഷാവകാശം പ്രയോഗിക്കും, കുറ്റമില്ല. 37 വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. 37 സ്വയരക്ഷാവകാശം ഇല്ലാത്ത 3 കണ്ടീഷൻ. സ്വയരക്ഷാവകാശം ഇല്ലാത്ത 3 കണ്ടീഷൻ ഏതൊക്കെയാണ്? 1 പബ്ലിക് സർവൻ്റ് അയാളുടെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ, 2 പബ്ലിക് സർവൻ്റെ നിർദ്ദേശത്തിൽ ആരെങ്കിലും ഡ്യൂട്ടി ചെയ്യുമ്പോൾ, 3 നമുക്ക് അധികാര സ്ഥാനങ്ങളെ സമീപിക്കുവാൻ സമയമുള്ളപ്പോൾ സ്വയരക്ഷാവകാശം ചെയ്യരുത്. പിന്നെ 38 മുതൽ 40 വരെ ശരീരത്തിനെതിരെയുള്ള സ്വയരക്ഷാവകാശവും 41 മുതൽ 43 വരെ വസ്തുവിനെതിരെയുള്ള സ്വയരക്ഷാവകാശം. ആരെയൊക്കെ എപ്പോഴൊക്കെ കൊല്ലാമെന്ന് 38-ലും 41-ലും പറയുന്നുണ്ട്. ഓക്കെ, 44-ൽ പറയുന്നു നിരപരാധികളും ചിലപ്പോൾ സ്വയരക്ഷാവകാശത്തിൻ്റെ കീഴിൽ വരാം. പിന്നെ നമ്മൾ 19 പഠിച്ചു, 20, 21, 22. 19 എന്ന് പറഞ്ഞാൽ വലിയ ഹാനി ഒഴിവാക്കാൻ വേണ്ടി ചിലപ്പോൾ മറ്റൊരു ഹാനി ഉണ്ടാകാം. 20 ഡോളി ഇൻകപാക്സ് എന്ന് പറയും, 7 വയസ്സിന് താഴെയുള്ള കുട്ടി എന്നതൊന്നും കുറ്റമല്ല. 21 എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റേ 20 പറഞ്ഞല്ലോ. 21 എന്ന് പറഞ്ഞാൽ 7-നും 12-നും ഇടയിൽ പ്രായമുള്ള അപക്വമായ ധാരണാശേഷിയുള്ള കുട്ടി ചെയ്യുന്ന കുറ്റമല്ല. 22 നമ്മളെ പറഞ്ഞു ചിത്തഭ്രമം, അല്ലെങ്കിൽ പാരാനോയിഡ് സീസോഫ്രീനിയ എന്നൊരു രോഗത്തിൻ്റെ പേര് പറയുന്നു, അല്ലെങ്കിൽ MC നോട്ടൺസ് റൂൾ. ഇതൊക്കെ ഓർത്ത് വെച്ചോണം, MC നോട്ടൺസ് റൂൾ. ഇതൊക്കെ 22മായി ബന്ധപ്പെട്ടാണ്. ചിത്തഭ്രമം ചെയ്ത വ്യക്തികളുടെ കുറ്റമല്ല എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് പോകണം. തുച്ഛമായ ഹാനി 33-ലാണ്. പിന്നെ ശിക്ഷകൾ എത്ര വിധം? ശിക്ഷകൾ 6 വിധമാണ്. 4-ാമത്തെ സെക്ഷനിലാണ് ശിക്ഷകളെ പറ്റി പറയുന്നത്. ശിക്ഷകൾ 6 വിധം. ആ ശിക്ഷകൾ 6 വിധത്തിൽ ഏതൊക്കെ പറയുന്നുണ്ട്? തടവ്, മരണശിക്ഷ പറയുന്നുണ്ട്, ജീവപര്യന്തം പറയുന്നുണ്ട്, തടവ് 2 വിധം പറയുന്നുണ്ട്, പിന്നെ അല്ലേ കടിഞ്ഞറവുണ്ട്, സാധാ തടവുണ്ട്, അതുപോലെ തന്നെ പിഴയുണ്ട്, സാമൂഹ്യ സേവനമുണ്ട്, അതേപോലെ വസ്തു കണ്ടുകിട്ടൽ. ഇതാളും പഠിക്കണം. പിന്നെ ഏകാന്ത തടവ് കൊടുക്കുന്നത് ആർക്കാണ്? കഠിന തടവിൽ 1 വർഷത്തിനധികം കിട്ടുന്ന വ്യക്തിക്ക് 3 മാസം വരെ ഏകാന്ത തടവ് കൊടുക്കാം. 6 മാസത്തിന് 1 വർഷം വരെ കഠിന തടവുള്ള വ്യക്തിക്ക് 2 മാസവും 6 മാസത്തിനകത്തുള്ള കഠിന തടവുള്ള വ്യക്തിക്ക് 1 മാസം വരെ ഏകാന്ത തടവ് കൊടുക്കാം. ഒരു കാരണവശാലും ഏകാന്ത തടവ് തുടർച്ചയായി 14 ദിവസത്തിൽ കവിയരുതെന്നൂടെ അറിയണം. അപ്പോൾ ഇതാണ് ഏകാന്ത തടവ്. അപ്പോൾ ഇതാണ് ഇത്രയും നമ്മൾ BNSSൽ പഠിച്ചിട്ട് പോകേണ്ട പ്രധാന കാര്യം. പിന്നെ ഡെഫിനിഷൻസിൽ 2 Clause 3 പഠിക്കണം. 2 Clause 3-യും 4-ഉം കുട്ടിയെന്നും കപടാനുകരണം. 2 Clause 14 പഠിക്കണം. 13 പഠിക്കണം. 13 എന്തായിരുന്നു? 2 Clause 13 എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമുക്ക് നോക്കേണ്ടത് സംശ്രയം അല്ലെങ്കിൽ അഭയം നൽകുക, ആശ്രയം. അപ്പോൾ ഇതൊക്കെ പഠിക്കണം. അതുപോലെ BNSS ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. അതിനകത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിൽ ഫുൾ ഫോം തന്നെ ആദ്യം പഠിക്കണം. അതിനകത്ത് ഡെഫിനിഷൻസിൽ എന്താണ് കൊഗ്നൈസബിൾ കുറ്റം, എന്താണ് നോൺ കൊഗ്നൈസബിൾ കുറ്റം, എന്താണ് കൊഗ്നൈസബിൾ, എന്താണ് നോൺ കൊഗ്നൈസബിൾ എന്ന് പഠിക്കണം. അത് 2 Clause Gയും 2 Clause Oയും. പട്ടിക 1-നകത്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുത്, രണ്ടും. അതേപോലെ ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ 2 Clause Cക്കകത്ത് പറയുന്നുണ്ട്. 2 Clause Gയും 2 Clause Oയുമാണ് കൊഗ്നൈസബിൾ, നോൺ കൊഗ്നൈസബിൾ. 2 Clause H പരാതി എന്നാൽ എന്തൊക്കെ വായിക്കണം, ഞാനത് ചെയ്തിട്ടുണ്ട്, വീഡിയോ കാണുക. അതുപോലെ നമ്മൾ ഓർക്കേണ്ടത് 2 Clause എന്താണ് XYZ. 2 Clause X എന്ന് പറഞ്ഞാൽ സമൻസ്, 2 Clause Y എന്ന് പറഞ്ഞാൽ ഇര, 2 Clause Z എന്ന് പറഞ്ഞാൽ വാറണ്ട്. വാറണ്ട് കേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ 2 വർഷമോ അതിലധികമോ അല്ലെങ്കിൽ ജീവപര്യന്തമോ വധശിക്ഷ കിട്ടാവുന്ന എല്ലാ കേസുകളും വാറണ്ട് കേസ്. അതിൻ്റെ താഴെയുള്ള എല്ലാം സമൻസ് കേസാണ് 2 Clause X. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അവിടെ നോക്കാനുള്ള കാര്യങ്ങളെന്ന് ഓർമ്മിക്കുക. ക്ലിയർ? പിന്നെ നമുക്ക് 2 Clause Kയും 2 Clause Lയും. 2 Clause K എന്താണ്? കോടതി നമ്മൾ പഠിച്ചത്, അല്ലെങ്കിൽ കോടതി അന്വേഷണ വിചാരണ, എല്ലാം എല്ലാത്തിനും പോലീസ് നടത്തുന്ന അന്വേഷണം. ഇനി എപ്പോഴൊക്കെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോഴുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെ? ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. എപ്പോഴൊക്കെ? ഒരാൾ 7 വർഷത്തിന് കൂടുതലുള്ള ശിക്ഷ കിട്ടിയ വ്യക്തി എപ്പോഴും ഏത് സമയത്ത് വേണോ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ഒളിച്ചോടി വന്ന പട്ടാളക്കാരനെ അറസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ കളവ് മുതലാണ് കയ്യിലിരിക്കുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യാം. ഒളിച്ചോടി വന്ന വ്യക്തിയെ മറ്റുള്ള പോലീസുകാരുടെ അപേക്ഷയിന്മേൽ അറസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരുപാട് കണ്ടീഷൻ 35-ൽ പറയുന്നുണ്ട്. പിന്നെ പറയുന്ന ഒരു പോലീസുകാരനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? മെമ്മോറാണ്ടം തയ്യാറാക്കണം. ആ മെമ്മോറാണ്ടത്തിൽ ഒപ്പിടിയിക്കണം. സാക്ഷിയെ കൊണ്ട് ഒപ്പിടിയിക്കണം, ആ വ്യക്തിയെ കൊണ്ട് ഒപ്പിടിയിക്കണം.
പിന്നെ കൈവിലങ്ങ് അത്യാവശ്യമാണെങ്കിൽ ഉപയോഗിക്കാം. 46 പറയുന്നുണ്ട് അനാവശ്യമായ നിയന്ത്രണം പാടില്ല എന്നാണ്. കൈവിലങ്ങ് എപ്പോഴും ഉപയോഗിക്കാൻ പാടില്ല, അത്ര ആവശ്യത്തിന് മാത്രം. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അനാവശ്യമായി ബലപ്രയോഗം നടത്തരുത്. വേണമെങ്കിൽ നടത്താം, ആവശ്യമെങ്കിൽ മാത്രം. സ്ത്രീകൾ തന്നെ അറസ്റ്റ് ചെയ്യണം. പിന്നെ ഒരു സായുധ സേനാംഗത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കേന്ദ്ര സർക്കാർ അറിയണം. അതുപോലെ നമ്മളൊരു വ്യക്തി ഒരു വീട്ടിൽ ഒളിച്ചിരിക്കുകയാണെങ്കിൽ അവിടെ പോയി എന്ത് ചെയ്യണം, ആ ഉടമസ്ഥനോട് ചോദിക്കണം, സഹായിക്കണമെന്ന് പറയുന്നു. അത് സഹായിച്ചില്ല അല്ലെങ്കിൽ പറ്റുന്നില്ലെങ്കിൽ നമുക്കവിടെ വീട് ജനലോ വാതിലോ പൊളിച്ച് വേണമെങ്കിൽ അകത്ത് കയറാൻ 44 പറയുന്നുണ്ട്. പിന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആർക്കൊക്കെ എന്ന് ചോദിച്ചാൽ സ്വകാര്യ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്യാം, പോലീസിന് അറസ്റ്റ് ചെയ്യാം, മജിസ്ട്രേറ്റിന് അറസ്റ്റ് ചെയ്യാം. സ്വകാര്യ വ്യക്തിയാണ് അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 6 മണിക്കൂറിനകത്ത് ചോദിച്ചാണ് 6 മണിക്കൂറിനുള്ളിൽ പോലീസിൻ്റെ കയ്യിലെത്തിക്കണം. ഇനി ഒരു നോൺ കൊഗ്നൈസബിൾ കുറ്റം ചെയ്ത വ്യക്തിയെ പോലും നമുക്ക് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. സാധാരണ നമുക്ക് എന്താ നോൺ കൊഗ്നൈസബിൾ വാറണ്ടോടുകൂടി മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ. ഇവിടെ നോൺ കൊഗ്നൈസബിൾ കുറ്റം ചെയ്ത വ്യക്തിയെ പോലും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് നോൺ കൊഗ്നൈസബിൾ കുറ്റം ചെയ്ത വ്യക്തിയെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴാണ് അയാൾ തൻ്റെ പേരും ഡീറ്റെയിൽസും പറയാൻ മനഃപൂർവ്വം വിസമ്മതിക്കുകയാണെങ്കിൽ അയാളെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ഇതിൽ 39 അറസ്റ്റ് ചെയ്ത വ്യക്തി 24 മണിക്കൂറിനകത്ത് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഹാജരാക്കണം പറഞ്ഞിട്ടുണ്ട്. 58 അത് കഴിഞ്ഞ് ആയുധമോ മറ്റോ ഉണ്ടെങ്കിൽ പിടിച്ചെടുക്കാം. അയാളെ നമ്മുടെ ദേഹപരിശോധന നടത്താം. 49 പറയുന്നുണ്ട്. പിന്നെ 51, 52, 53 മെഡിക്കൽ പ്രാക്ടീഷണർ. 51, 52 ബലാത്സംഗ കേസിലെ പ്രതിയെ പരിശോധിക്കുമ്പോൾ എന്ത് ചെയ്യണം, 53 മെഡിക്കൽ ഓഫീസർ പരിശോധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നോക്കാനുള്ളത്. ഇത് ഞാൻ പറഞ്ഞില്ല, ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, നിങ്ങൾ നോക്കണമെന്നൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ചെയ്ത വീഡിയോകൾ കാണുക. അപ്പോൾ വീഡിയോകൾ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ കണ്ടൻറ്റ് മനസ്സിലാവുള്ളൂ. ഇവിടെ നമുക്ക് സമയപരിധിയുണ്ട്, പെട്ടെന്ന് പറഞ്ഞു പോകണം. പിന്നെ സമൻസും വാറണ്ടും പഠിക്കണം. സമൻസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് കോടതി നൽകുന്ന നോട്ടീസാണ് സമൻസ് എത്താൻ വേണ്ടി. എന്നാൽ ആ സമൻസ് അനുസരിക്കാത്ത വ്യക്തിക്കാണ് വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. അതേപോലെ വസ്തുക്കളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അത് സെർച്ച് വാറണ്ടിലേക്ക് പോകും. അത് 96 പഠിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ 103 സെർച്ച് വാറണ്ട് എങ്ങനെയൊക്കെ നടപ്പിലാക്കണം പഠിക്കണം. 103 പഠിക്കണം. പിന്നെ നമ്മൾ നോക്കാനുള്ളത് 173 ശേഷം FIR പറ്റി പറയുന്ന വകുപ്പാണ് 173. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് 173. FIR മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് FIS മൊഴി എടുക്കണം. പ്രഥമ വിവര മൊഴി FIS. അപ്പോൾ FIS ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. അതിൻ്റെ കൂടെ ചെയ്യേണ്ടതാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ക്ലിയർ? അടുത്ത് ഓർമ്മിക്കേണ്ടത് ഈ FIR ഇടുമ്പോൾ എന്തൊക്കെ കണ്ടീഷനുകൾ ശ്രദ്ധിക്കണമെന്നാണ്. അത് 175 ശ്രദ്ധിക്കേണ്ടത്. പോലീസിൻ്റെ പൂർണ്ണ അധികാരത്തെ പറ്റി പറയുന്ന വകുപ്പ് 175, 173, 174, 175 പഠിക്കാതെ പോകരുത്. അതിനകത്ത് നമ്മൾ പറഞ്ഞില്ല, ഓൺലൈനിലൂടെ മെയിലിലൂടെ ഒരു പരാതി അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ 3 ദിവസത്തിനകത്ത് റെക്കോർഡാക്കണമെന്നാണ്. അതുപോലെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ 14 ദിവസത്തിനകത്ത് അതിൻ്റെ പ്രഥമ ദൃഷ്ടി ആ കേസ് നിലവിലുണ്ടോ ഇല്ലയോ എന്ന് പോലീസ് അന്വേഷിക്കണം. അത് കഴിഞ്ഞ് 179, 180, 81 സാക്ഷികളുമായി ബന്ധപ്പെട്ട ഈ 3 സെക്ഷനും വായിക്കണം. നിർബന്ധമായും വായിച്ചില്ലെങ്കിൽ ഞാൻ ചെയ്ത വീഡിയോ ഒന്ന് കണ്ടാൽ മതി. ഓക്കെ. 179, 180, 181. അതുപോലെ 183 കുറ്റസമ്മതം നിർബന്ധമായും പഠിക്കണം. കുറ്റസമ്മതവും സ്റ്റേറ്റ്മെൻറ്റും എങ്ങനെയാണെന്നുള്ളത് പഠിക്കണം. അത് കഴിഞ്ഞ് 184 പഠിക്കണം. ബലാത്സംഗത്തിന് ഇരയായ വ്യക്തിയുടെ സമ്മതം വാങ്ങിയേ പരിശോധിക്കാവെന്ന് പറയുന്നുണ്ട്. 187 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 90 ദിവസവും 60 ദിവസത്തിനും കാര്യമാണ് 187. എന്താണ് 187 പറയുന്നത്? 24 മണിക്കൂറിനകം അന്വേഷണം പൂർത്തിയാക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? 193 പഠിക്കണം. 94, 95, 96. 194, 195, 196 നമ്മൾ പഠിക്കേണ്ടത് ഇൻക്വസ്റ്റ് അല്ലെങ്കിൽ മരണമൊഴി എന്നാൽ എന്ത്, ആർക്കെടുക്കാൻ പറ്റും. ഞാൻ ഈ BNSSൽ ഇപ്പോൾ പറഞ്ഞ സെക്ഷൻ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്തെന്നാൽ BNSSൻ്റെ ക്ലാസ് ആയിപ്പോവും. ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്കൊരു റീക്യാപ്പ്. ഇത് ഇത്രയും ഞാനിപ്പോൾ ഈ പറഞ്ഞ ഇത്രയും സെക്ഷനുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇന്നിരുന്ന് പഠിക്കുക. അപ്പോൾ ഇന്നോ നാളെ നമുക്ക് സമയം കിട്ടുമ്പോൾ ഈ പറയുന്ന കണ്ടൻറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിർബന്ധമായും ഇതുകൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയേ മതിയാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നാളെ നമ്മൾ പറഞ്ഞല്ലോ, ഞാൻ ഈ പറഞ്ഞത് നിർബന്ധമായും വരും. അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങളിത് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ താഴെ ഞാൻ ഈ പറഞ്ഞത് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട. ഓക്കെ, അത്രയും ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. അപ്പോൾ ഇത്രയും സമയം ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ. നമ്മൾ നല്ല മനസ്സോടെ നന്നായിട്ട് ചെയ്താൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ ആരും പഠിക്കേണ്ട, നമുക്ക് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ നമ്മുടെ കാര്യം കൃത്യമായിട്ട് ചെയ്ത് മറ്റുള്ളവർക്ക് നല്ലതുകൂടെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വന്ന് ചേരേണ്ടത് വന്ന് ചേരും.
ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പായിട്ടും നാളത്തെ പരീക്ഷ ഫുൾ മാർക്ക് കിട്ടുമെന്നാണ് എൻ്റെ ഉറപ്പ്. അതുപോലെ തന്നെ എന്താണ് മെൻ CPO ഒക്കെ ആയാലും അവർക്ക് എന്താണ് അവർക്കുള്ള വീഡിയോ ഞാൻ ഇനിയും ചെയ്യുന്നുണ്ട്. കാരണം ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പ്ലനേഷനും ഞാൻ ചെയ്തുള്ള ഷോർട്സ് വീഡിയോസൊക്കെ ഒന്നിരുന്ന് കാണുക. മാക്സിമം ഇന്നത്തെ ദിവസം വേറെ തിരക്കില്ലാതെ ഒന്ന് കാണുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം അല്ലെങ്കിൽ നല്ലൊരു പരീക്ഷ വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.